ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ഓക്കെ. ടോക്ക് വിത്ത് മാനേഴ്സ്. ടോക്ക് വിത്ത് മാനേഴ്സ്. മര്യാദയോടെ സംസാരിക്കൂ. നീ മര്യാദയോടെ സംസാരിക്കണം, മര്യാദയോടെ സംസാരിക്കൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. തമീസ് സേ ബാത് കരോ. തമീസ് സേ. तमीज़ से बात करो. तमीज़. तमीज़ से बात करो. മാനേഴ്സ്. തമീജ്, മാനേഴ്സ്. ബാത്ത് കർണ, സംസാരിക്കൽ. തമീജ് സെ ബാത് കരോ എന്ന് പറഞ്ഞാൽ ടോക്ക് വിത്ത് മാനേഴ്സ്, മര്യാദയോടെ സംസാരിക്കും. ദിസ് ഈസ് പ്യുവർ വാട്ടർ. ദിസ് ഈസ് പ്യുവർ വാട്ടർ. ഇത് ശുദ്ധജലമാണ്. ദിസ് ഈസ് പ്യുവർ വാട്ടർ. ഇത് ശുദ്ധജലമാണ്. യ ശുദ്ധ പാനി ഹേ. യ ശുദ്ധ പാനി ഹേ. ഇത് ശുദ്ധജലമാണ്. അല്ലെങ്കിൽ യ സാഫ് പാനി ഹേ എന്ന് പറഞ്ഞാലും ശുദ്ധം എന്ന് തന്നെയാണ്. സാഫ് പാനി എന്ന് പറഞ്ഞാലും ശുദ്ധജലം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം യ ശുദ്ധ പാനി ഹേ അല്ലെങ്കിൽ യ സാഫ് പാനി ഹേ. ഹൗ മെനി ടൈംസ്. എത്ര തവണ. ഹൗ മെനി ടൈംസ്. എത്ര തവണ. കിത്തനി ബാർ. കിത്തനി ബാർ. എത്രയോ തവണ അവന് ഇവിടെ വന്നിട്ടുണ്ട്. ഹൗ മെനി ടൈംസ്. കിത്തനി ബാർ. എത്ര തവണ. ഷീ ടോക്സ് എ ലോട്ട്. ഷീ ടോക്സ് എ ലോട്ട്. അവൾ ഒരുപാട് സംസാരിക്കും. അവൾ എന്തെങ്കിലും ഒരു കാര്യം മതി, ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അവൾ ഒരുപാട് സംസാരിക്കും. വഹ് ബഹൂത്ത് ബാത്തേം കർത്തി ഹേ. വഹ് അവൾ. ബഹൂത്ത്. ബഹൂത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം. ബാത്തേം സംസാരിക്കൽ ആണ് ബാത്ത്. ബാത്ത് കർണ സംസാരിക്കുക. ബാത്തേം കർത്തീഹെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കും. അപ്പം കർത്തീഹെ വന്നതുകൊണ്ടാണ് അവളാണെന്ന് നമുക്ക് മനസ്സിലായത്. വോ ബഹൂത്ത് ബാത്തേം കർത്തീഹെ. അപ്പം സ്ത്രീയാണെന്ന് മനസ്സിലായത് എന്താണ്? ഇകാരം. കർണ എന്നുള്ളതിന് കർത്തി. കർത്തി ഇകാരം വന്നതുകൊണ്ടാണ് അവൾ ഒരു വോഹ് എന്നുള്ളത് ഒരു സ്ത്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വി ആർ ഗെറ്റിംഗ് ലേറ്റ്. നമ്മൾ വൈകിയാണ്. എത്ര നേരമായി കാത്തു നിൽക്കണം, നമ്മൾ വൈകിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ. വി ആർ ഗെറ്റിംഗ് ലേറ്റ്. ഹമേ ദർ ഹോ രഹി ഹേ. ഹമേ ദർ ഹോ രഹി ഹേ. ഞങ്ങൾ വൈകിയ. നീ യാത്രാകാൻ വൈകിയതുകൊണ്ട് ഞങ്ങളും വൈകിയ. ഹമേ ദർ ഹോ രഹി ഹേ. ജൽദി ആവോന എന്നൊക്കെ നമുക്ക് പറയാം. ഹമേ ദർ ഹോ രഹി ഹേ. ജൽദി ആവോ. വേഗം വാ എന്നൊക്കെ പറയാം. ആർ യു ലിസണിങ്. നീ കേൾക്കുന്നുണ്ടോ? ഞാൻ കുറേ നേരമായി സംസാരിക്കണം, നീ കേൾക്കുന്നുണ്ടോ? ആർ യു ലിസണിങ്. എന്നെ ശ്രവിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ക്യാ തും സുൻ രഹേ ഹോ. ക്യാ തും സുൻ രഹേ ഹോ. തും വന്നത് കൊണ്ടാണ് അവിടെ എന്തായത്? ഹോ വന്നത്. തൂവാണെങ്കിൽ ഹേയ വരുള്ളായിരുന്നു. തും വന്നതുകൊണ്ട് ഹോയായി. അപ്പം ക്യാ തും സുൻ രഹേ ഹോ. നീ കേൾക്കുന്നുണ്ടോ? വെൻ ഡിഡ് യു കം. നീ എപ്പോഴാണ് വന്നത്? നീ എപ്പോൾ വന്നു? വെൻ ഡിഡ് യു കം. കബ് ആയ ആപ്പ് അല്ലെങ്കിൽ ആപ്പ് കബ് ആയേ, രണ്ടും ശരിയാ. കബ് ആയ ആപ്പ് എന്ന് ചോദിച്ചാലും ആപ്പ് തുടക്കത്തിൽ ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ്. ആപ്പ് കബ് ആയേ അല്ലെങ്കിൽ കബ് ആയ ആപ്പ്. എപ്പോഴാണ് താങ്കൾ വന്നത്? ലീവ് മീ അലോൺ. എന്നെ ഒറ്റയ്ക്കൊന്ന് വിട്, ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ലീവ് മീ അലോൺ. മുജെ അകേല ചോട് ദോ. മുജെ എന്നെ, അകേല ഒറ്റയ്ക്ക്, ചോട് ദോ ഉപേക്ഷിക്കൂ, വിടൂ എന്നൊക്കെയാണ്. മുജെ അകേല ചോട് ദോ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. ഷീ ഈസ് കൺഫ്യൂസ്ഡ്. അവൾ ആകെ കൺഫ്യൂസ്ഡാണ്. ഷീ ഈസ് കൺഫ്യൂസ്ഡ്. അവൾ ആശയക്കുഴപ്പത്തിലാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, ആശയക്കുഴപ്പത്തിലാണ്. വഹ് ഉൽച്ചൻ മേ ഹേ. വഹ് അവൾ അല്ലെങ്കിൽ അവൻ. ഉൽച്ചൻ മേ ഹേ. ഉൽച്ചൻ മേ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്. വഹ് ഉൽച്ചൻ മേ ഹേ. കൺഫ്യൂസ്ഡ് ആണ്. നൗ ഇറ്റ്സ് മൈ ടേൺ. നൗ ഇറ്റ്സ് മൈ ടേൺ. ഇനി എൻ്റെ ഊഴമാണ്. ഇത് അടുത്തത് എൻ്റെ ഊഴമാണ്. നൗ ഇറ്റ്സ് മൈ ടേൺ. അബ് മേരി ബാരി ഹേ. അബ് ഇപ്പോൾ. മേരി എൻ്റെ. ബാരി ഹേ അവസരം. അപ്പം അബ് മേരി ബാരി ഹേ.
ഇനി എൻ്റെ അവസരമാണ്. ഹൗ ഡു യു നോ? ഹൗ ഡു യു നോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹൗ ഡു യു നോ? ആപ്കോ കൈസെ മാലൂം? ആപ്കോ കൈസെ മാലൂം? ആപ്കോ താങ്കൾക്ക്, കൈസെ എങ്ങനെ, മാലൂം അറിയാം. ഇനി ആപ്കോ കൈസെ പത്ത, രണ്ടും ഒന്ന് തന്നെ. ആപ്കോ കൈസെ മാലൂം എന്ന് ചോദിക്കണ അതേ അർത്ഥം തന്നെയാണ് ആപ്കോ കൈസെ പത്ത. ആപ്കോ കൈസെ പത്ത, ആപ്കോ കൈസെ മാലൂം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ ബൈ.